യമനിലെ ഹൂത്തികളുമായി വ്യാപകമായ ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്ക. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് യുദ്ധക്കപ്പൽ പിൻവലിക്കാനും അമേരിക്ക നീക്കം തുടങ്ങി. ഗസയിൽ നിന്ന് 1000-ഓളം റിസർവ് സൈനികരെ ഇസ്രയേൽ തിരികെ വിളിച്ചു. ഇസ്രയേൽ സംഘം ബന്ദിമോചന ചർച്ചയ്ക്കായി കൈറോയിലെത്തിയിട്ടുണ്ട്. നാസർ വിവരങ്ങൾ നൽകാനായി ചേർന്നുണ്ട്. നാസർ, മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് യുദ്ധക്കപ്പൽ പിൻവാങ്ങുക, ഒപ്പം തന്നെ വ്യാപകമായ ഒരു ആക്രമണത്തിന് പോകേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ US ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? അന്താരാഷ്ട്ര സമ്മർദ്ദമൊക്കെ ശക്തമായിരുന്നു, അതുകൊണ്ടുകൂടിയാണോ? രശ്മ, ഒരുപക്ഷെ ആപൽക്കരമായിട്ടുള്ളൊരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം പൊടുന്നനെ അമേരിക്ക ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് വിലയിരുത്തുന്നത്. ഗസയിൽ മാത്രം യുദ്ധം കേന്ദ്രീകരിക്കണമെന്നത് അമേരിക്കയുടെ ഒരു ആഗ്രഹമായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇസ്രായേലിനെ അക്കാര്യത്തിൽ അമേരിക്ക നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ചെങ്കടലിൽ ഹൂത്തികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സൈനിക രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് വന്നത്. അതിന്റെ തുടർച്ചയായിട്ട് പല കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇസ്രായേലിലേക്കുള്ള എല്ലാ കപ്പലുകൾക്കും നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. അതിനെ പ്രതിരോധിക്കാൻ ഇന്നലെ 3 ബോട്ടുകൾക്ക് നേരെ അമേരിക്കൻ സൈന്യം വെടിയുതിർക്കുകയും അങ്ങനെ 10 ഹൂത്തികൾ കൊല്ലപ്പെടുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യം തീർച്ചയായിട്ടും കൂടുതൽ പ്രത്യാക്രമണങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇറാൻ നൽകിയിരുന്നു. ഇത്തരമൊരു പശ്ചാത്തലം കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം മേഖലയിൽ നേരത്തെ തന്നെ നങ്കൂരമിട്ട കപ്പൽ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് രൂപപ്പെട്ടു വരുന്നത്. ഏതായാലും ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഹൂത്തികൾക്കോ യമനോ എതിരായിട്ടുള്ള ഒരു നീക്കം തങ്ങൾ ഈ ഘട്ടത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, അത്തരമൊരു നീക്കത്തിന് താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ ഔദ്യോഗികമായി തന്നെ പെന്റഗൺ നേതൃത്വവും അതോടൊപ്പം തന്നെ വൈറ്റ് ഹൗസും പ്രതികരിച്ചതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഒരു വലിയ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് പോകരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കാനുള്ള കാരണം അമേരിക്കയുടെ മേഖലയിലെ മറ്റു പല രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള താല്പര്യങ്ങൾ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യരാജ്യങ്ങളും ഈ മേഖലയിൽ ഒരു സംഘർഷം വരുന്നതിനെ ഒരു നിലക്കും അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, നീണ്ട കാലം യമനുമായിട്ടുള്ള യുദ്ധം രൂപപ്പെട്ട ആ ഒരു പശ്ചാത്തലം, അതിൽ നിന്ന് പിൻവാങ്ങിയ ഒരു ഘട്ടത്തിൽ കുറെ കൂടി വികസനത്തിലും പുരോഗതിയിലേക്കുമുള്ള നീക്കങ്ങളിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ രാജ്യങ്ങൾ അങ്ങോട്ട് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതികൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സൈനിക സംഘർഷം ഈ മേഖലയിൽ ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൈനിക സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി അമേരിക്ക രൂപവൽക്കരിച്ച നാവിക സുരക്ഷാ സേനയിൽ അതിൽ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചില്ല. മേഖലയിലെ പല രാജ്യങ്ങളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഒരു കടുത്ത നിലപാട് ഈ ഘട്ടത്തിൽ കൈക്കൊള്ളേണ്ടതില്ല എന്ന തീർപ്പിലേക്ക് അമേരിക്കയെ നയിച്ചിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ന് ഈ ബാബുൽ മന്ദബ് ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണെന്ന് ഇറാൻ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെയാണ് കിഴക്കൻ സിറിയയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇറാൻ അനുകൂല മിലീഷ്യകൾ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു നിർദ്ദേശവും ഇറാൻ നൽകിയതായിട്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇറാൻ എന്താണ് അടുത്ത നീക്കം ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത രൂപപ്പെട്ടിട്ടുമില്ല. രശ്മ, നാസർ, ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ആക്രമണം തുടരുന്നത്? രശ്മത്, പ്രധാനമായിട്ടും ഖാൻ യൂനിസിന് കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഏതാണ്ട് 100-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വലിയ തോതിൽ തന്നെ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചില റെജിമെന്റുകളെ ഗസയിൽ നിന്ന് പിൻവലിക്കാനുള്ളൊരു നീക്കം ഇസ്രായേൽ സൈനിക നേതൃത്വം ഇന്നലെ രാത്രി വെളിപ്പെടുത്തിയിരുന്നു. അത് ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിക്കുക എന്നതിലപ്പുറം സാമ്പത്തികമായിട്ട് ഏതാണ്ട് ഇപ്പം സാമ്പത്തിക വളർച്ചയിൽ 2% ഇടിവാണ് ഇസ്രായേലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സിവിലിയൻ സമൂഹത്തെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെ പ്രക്ഷോഭവും വലിയ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 3 മാസത്തിലേക്ക് അല്ലെങ്കിൽ അതിലും കൂടിയ കാലയളവിലേക്ക് യുദ്ധം നീളും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. കാരണം അത് സൈനിക രാഷ്ട്രീയ നേതൃത്വം ഇന്ന് വീണ്ടും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷം ഈ പുതുവർഷം പൂർണ്ണമായി തന്നെ ഗസക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന ഒരു പ്രതികരണവും പ്രഖ്യാപനവുമാണ് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ നടത്തുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ ഈ ഒഴിപ്പിക്കപ്പെട്ട 10,000-കണക്കിന് വരുന്ന ഇസ്രായേലികൾ അവർ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് അവരുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം കൂടി നേരിടുന്നുണ്ട് നെതന്യാഹു സർക്കാർ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കണം പൊടുന്നനെയുള്ള ഈ റെജിമെന്റിനെ പിൻവലിക്കാനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ ഈ ഒരു കൊല്ലം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ചെറിയ രൂപത്തിൽ വളരെ കുറഞ്ഞ സൈനികരെ വെച്ചുകൊണ്ട് തന്നെ യുദ്ധം നിലനിർത്തി പോവുക എന്ന വ്യത്യസ്തമായിട്ടുള്ള തന്ത്രങ്ങളും ഇസ്രായേൽ സൈനിക
രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സൈനിക ആൾനാശം സംഭവിച്ചതും ഒരുപക്ഷെ ചില പുനരാലോചനക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത്.